ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ലാസ്റ്റ് അറ്റകൈ പ്രയോഗം ചന്ദ്രയുടെ മുന്നിൽ വന്ന് ഇവിടുന്ന് മാറി താമസിക്കാൻ പോവുകയാണെന്ന്. നീ എന്നൊക്കെയാ മോളെ പറയുന്നത്? ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്കിവിടെ കഴിയാൻ പറ്റത്തില്ല എന്ന് അമ്മായിയമ്മയോട് മരുമോള് പറയണം. ഇത് കേട്ടപ്പം നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? പിന്നെ വേറെ എന്ത് ചെയ്യാനാ ആൻറ്റി? ഇവിടെ ഒരു പ്രൈവസി പോലും ഇല്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് പറയുക. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുക ചിലർ, എന്നെ വാച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ നിന്ന് പോകണം, ആരെയും ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ല, ഭാര്യയും ഭർത്താവിനും ഇവിടെ സുഖമായിട്ട് കഴിയാം, അതിന് വേണ്ടിയിട്ട് ആ പൂക്കാരി ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ചന്ദ്ര പറഞ്ഞു. അവരിവിടെ താമസിക്കട്ടെ, ഞാനും ശ്രുതിയും ഇവിടുന്ന് ഇറങ്ങിക്കോളാമെന്നും ഞങ്ങൾ വേറെ താമസിച്ചോളാമെന്നും പറയാം ശ്രുതി. അയ്യോ അങ്ങനെയൊന്നും പറയാതെ മോളെ, നീ എന്തിനിവിടെ നിന്ന് പോകണം? പോകേണ്ടതേ ആ പൂ കെട്ടുന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയോട് പറയുക. പിന്നെ എൻ്റെ മോനില്ലാതെ എനിക്കിവിടെ കഴിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം അമ്മയ്ക്കും. എപ്പോഴും അവനെൻ്റെ അടുത്ത് തന്നെ വേണമെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഇവിടെ സന്തോഷത്തോടെ കഴിയണമെന്നൊക്കെ ചന്ദ്ര പറയും കേട്ടോ. പിന്നെ അത് കാണുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഇല്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുമ്പോഴേക്കും ഞാൻ വേറെ എന്ത് ചെയ്യാനാ ആൻറ്റി, എന്നെക്കൊണ്ട് പറ്റുന്നില്ല ആൻറ്റി. ആദ്യം സച്ചിയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ ദേ രേവതിയും തുടങ്ങിയിരിക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരും ചേർന്ന് എന്നെ ജീവിക്കാൻ സമ്മതിക്കണില്ല ആൻറ്റി എന്നൊക്കെയായി ഡയലോഗുകൾ. അപ്പം അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. എത്ര നാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും? അപ്പം നിങ്ങളിവിടെ നിന്ന് പോകണമെന്നാണ് രേവതിയുടെ ആഗ്രഹമെന്നും അവളുടെ മനസ്സിലിരിപ്പം നടക്കില്ല എന്നും ചന്ദ്ര പറയുക. എനിക്ക് ജീവനുള്ള കാലത്തോളം അത് നടക്കില്ല എന്നും പറഞ്ഞു ചന്ദ്ര പറയുമ്പോൾ ശ്രുതിക്ക് അടിയിലിട്ട് പൊട്ടി ഇങ്ങനെ നിൽക്കുക. അതെ നോക്ക്, നിങ്ങൾ രേവതിയെ ഇവിടെ നിന്ന് ഓടിക്കുകയാണ് വേണ്ടതെന്നും അതിനുള്ള വഴി നോക്കാനും ചന്ദ്ര പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവല്ല വേണ്ടതെന്ന് പറയുമ്പം അവളുടെ ആഗ്രഹം അത് നടക്കട്ടെ ആൻറ്റി, ഞങ്ങൾ പൊയ്ക്കോളാം ആൻറ്റി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ്. ഞാനിവിടെ ഉള്ളിടത്തോളം നിങ്ങളും ഇവിടെ ഉണ്ടാകുമെന്ന് ചന്ദ്രമതി ശ്രുതിയോട് പറയണം. നോക്ക്, നിങ്ങൾ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ അയ്യോ, നീയും സുധിയും ശ്രീകാന്തും വർഷയും ഇവിടെ വേണം, പോകേണ്ടതേ സച്ചിയും രേവതിയാണെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആൻറ്റി എനിക്ക് നീ ഇനി ഒന്നും പറയാൻ പോകണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോട് പറയാം. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. നാശം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാം. അയ്യോ ചന്ദ്രയ്ക്ക് ഭയങ്കര തെണ്ണോ കേട്ടോ, അന്നേരം ഭയങ്കര വിഷമം. അതിനുശേഷം പിന്നെ ശ്രുതി റൂമിൽ പോയിരുന്ന ആലോചിക്കുക, രേവതിയും സച്ചിയും കൂടെ പറഞ്ഞത് ഒളിച്ചു നിന്ന് കേട്ടതേ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കയറി വന്നിട്ട് ശ്രുതി നിനക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. പിന്നെ വിഷമാവാതെ അപ്പോഴത്തേക്ക് ശ്രുതിക്ക് അതിനേക്കാളും വലിയ വിഷമം. സങ്കടപ്പെട്ട ശ്രുതിയെ ആശ്വസിപ്പിക്കുക. സച്ചിയും രേവതി എന്താ കരുതി വെച്ചിരിക്കുന്നത്? അവരെന്തിനാ എന്നെ ഇങ്ങനെ മോശക്കാരിയാക്കാൻ നോക്കുന്നത്? എനിക്ക് ഈ വീട്ടിൽ കഴിയാനേ തോന്നുന്നില്ല ശ്രുതി എന്ന് പറയുമ്പോൾ, ഈ വീട് വിട്ട് വേറെ താമസിക്കുന്നതാണ് നല്ലതെന്ന് നീ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ? ആ കാര്യം അമ്മ എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ശ്രുതിയോട് പറയാം. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ശ്രുതി, ഞാനില്ലാതെ അമ്മയ്ക്ക് ഇവിടെ കഴിയാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല അമ്മയെ വിട്ടിട്ട് എനിക്കും അങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയാലും ശ്രുതി എൻ്റെ കൂടെ വരില്ല അല്ലേ എന്ന് ചോദിച്ചു. അയ്യോ നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അമ്മയ്ക്ക് എന്നെ ജീവനാണെന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ? സച്ചി വെറും ഒരു കാർ ഡ്രൈവർ, ശ്രുതി വിദ്യാഭ്യാസമുള്ള ആളല്ലേ, ബിസിനസ്മാൻ അല്ലേ, എന്നിട്ടും ദേ എല്ലാവർക്കും ബഹുമാനം കൂടുതൽ സച്ചിയോടല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതിയെ. അവനെ പേടിയായി എല്ലാവർക്കും. എന്തിനാ? ശ്രുതിയുടെ അമ്മയ്ക്ക് പോലും അവനെ ശരിക്കും പേടിയല്ലേ എന്ന് ചോദിച്ചു. എന്തിനും സച്ചി കൂടെ നിൽക്കുമെന്നുള്ള ധൈര്യത്തിലാണ് രേവതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും. അവരെന്തിനാ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തലയിടുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയ ഏർപ്പാടല്ല, അതുകൊണ്ടാണ് ഞാൻ മാറി താമസിക്കാമെന്ന് ശ്രുതിയോട് പറയുന്നതെന്നൊക്കെ ശ്രുതി പറയുമ്പം സച്ചിയും രേവതിയും പറയുന്നതൊക്കെ ഇവിടെ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കുവോ? ഇല്ലല്ലോ. പിന്നെ കളശ്രുതി, ഇവിടെ നിന്ന് ഇപ്പോൾ മാറി താമസിക്കുന്നതിനെ പറ്റി ഒന്നും നീ ആലോചിക്കേ വേണ്ട, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നേ. പിന്നെ ശ്രുതി എന്തുകൊണ്ടാണ് നീ പ്രഗ്നൻ്റ് ആയ കാര്യം എന്നോട് പറയാതിരുന്നത്? അതും അബോർഷനായിട്ട് പോലും നീ എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പപ്പ അടിക്കാടെ നിന്ന് സോറി ശ്രുതി, അത് പിന്നെ പ്രഗ്നൻ്റ് ആയ ഉടനെ അബോർഷനായി പോയില്ലേ. പിന്നെ ആ ഒരു സമയത്ത് ശ്രുതിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ഉരുളുക. നന്നായിട്ട് ഉരുളാനറിയാം ശ്രുതിക്ക്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ശ്രുതി. അപ്പോൾ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഒന്നും അങ്ങോട്ട് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ ഡയലോഗുകൾ. ശ്രുതിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അയ്യോ ഞാൻ ദേഷ്യം തോന്നാനോ? എന്തിന്? എനിക്കങ്ങനെ ദേഷ്യമൊന്നും തോന്നുന്നില്ല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. ആക്ച്വലി ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഹാപ്പിയാണെന്നോ?
ആ അതെ, അതെന്തിനാ ഹാപ്പി? അല്ല, അബോർഷൻ ആയതിൽ ശ്രുതിക്ക് വിഷമമൊന്നും ഇല്ലേ എന്ന് ശ്രുതി ചോദിക്കുക. പിന്നെ കുഞ്ഞ് പിറക്കാതെ പോയതിൽ ശ്രുതിക്ക് വിഷമമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു കുഞ്ഞുണ്ടാകും. നമുക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് പറയായിരുന്നു എന്ന് ശ്രുതിയോട് പറയണു. അവിടുന്നും പോയി ശ്രുതിയുടെ ചീട്ടുകൊട്ടാരമൊക്കെ ഇങ്ങനെ അടിയിന്ന് ഓരോന്നോരോന്ന് പെറുക്കി മാറ്റാൻ തുടങ്ങി ശ്രുതി. അപ്പോൾ നീ പറഞ്ഞിരുന്നല്ലോ ചെക്കപ്പ് നടത്തണമെന്ന്. ഇനി അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. നമ്മൾ രണ്ടുപേരും ഹെൽത്തിയാ. ഒരു പ്രശ്നവും നമുക്ക് രണ്ടുപേർക്കും ഇല്ല എന്നൊക്കെ ശ്രുതിയോട് പറയുമ്പം അവിടെയും പോയി പണി പാളി. പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞു പിറക്കുമെന്നും അതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുമ്പോഴും ശ്രുതിക്ക് ടെൻഷനായി. ഇപ്പോൾ ഒരു ചെക്കപ്പിനും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. നിനക്ക് അബോർഷൻ ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന് എത്ര മാസമായി കാണും എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിന്ന് ആലോചിക്കും കേട്ടോ. പറ ശ്രുതി, എത്ര മാസമായി കാണും എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് 4 മാസം. അബോർഷൻ ആയിരുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നു അല്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ടെൻഷൻ കൂടി. ദൈവമേ, പറഞ്ഞു വെച്ചത് അതിനേക്കാളും വലിയ അബദ്ധമായി പോയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതിയെ നോക്കും അന്തം വിട്ട്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശ്രുതി പിറക്കുന്നത് ആൺകുട്ടി ആയിരിക്കോ പെൺകുട്ടി ആയിരിക്കോ എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാകും അല്ലേ ശ്രുതി? കുഞ്ഞിനിടാനുള്ള പേരൊക്കെ നമ്മൾ കണ്ടുവെക്കും അല്ലേ ശ്രുതി? ഞാൻ പറയുന്ന പേര് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുകയല്ല, നീ പറയുന്ന പേര് എനിക്കും ഇഷ്ടപ്പെടുകയല്ല. ഒടുവിൽ തർക്കമാവും. ഒടുക്കം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പേര് നമ്മളങ്ങ് കണ്ടെത്തും അല്ലേ ശ്രുതി ഒന്നും മിണ്ടാട്ടോ ഇല്ല. അപ്പം നിന്നെ കൂട്ടി ഞാൻ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിലൊക്കെ പോകും. പിന്നെ ഈ ഒരു സമയത്ത് സ്കാനിങ് ഒക്കെ നടത്തേണ്ടി വരുമല്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കും. അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി തലയാട്ടോ ഒന്നും പറയാൻ പറ്റാതെ നമ്മൾ കുഞ്ഞിന് വേണ്ടുന്ന ഡ്രസ്സും തൊട്ടിലും ഒക്കെ വാങ്ങിച്ചു വെക്കും. പിന്നെ ഈ ടൈമിൽ നിനക്ക് ഇടയ്ക്കിടെ തലചുറ്റലും നോക്കാനും ഒക്കെ വരും അല്ലേ? നീ തളർന്നു കിടക്കുമ്പോൾ ഞാൻ നിന്റെ അരികിൽ തന്നെ ഇരിക്കുമെന്നൊക്കെ ശ്രുതി പറയാം. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര വികാരമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പച്ചമാങ്ങ കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ കാണും. ഒന്നല്ല, ഒരു 10-20 കിലോ പച്ചമാങ്ങ വാങ്ങിച്ചുകൊണ്ട് തരും ഞാനെന്നൊക്കെ പറയാം. അയ്യോ, ശ്രുതി അന്തം വിട്ട് നോക്കി തന്നെ നിൽക്കുക. ശ്രുതി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭാവനയിൽ കണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ചേർക്കാൻ നല്ല സ്കൂളൊക്കെ കണ്ടുവയ്ക്കും. അഡ്മിഷൻ ഫോമൊക്കെ ഇപ്പം തന്നെ വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ശ്രുതിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. നീ എന്തിനാ കരയുന്നതെന്ന് നേരെ ശ്രുതിയോട് ശ്രുതി ചോദിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് കരയുന്ന ശ്രുതിയാണല്ലോ. അപ്പോൾ ശ്രുതി, എന്തിനാ ഇങ്ങനെ കരയല്ലേ ശ്രുതി, കരയാതിരി ശ്രുതി എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷം നീ അടുത്ത് തന്നെ എന്നോട് പറയും. നീ നോക്കിക്കോ, ഈ വീട്ടിൽ നമ്മുടെ കുഞ്ഞായിരിക്കും ആദ്യം പിറക്കുക എന്നൊക്കെ പറയുമ്പം സോറി ശ്രുതി, ഒന്നിനു പുറകെ ഒന്നായി ഞാൻ നിന്നോട് കള്ളം പറയുകയാണല്ലോ. ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാ, ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ശ്രുതി എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ മനസ്സിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിന്ന് നമ്മുടെ ശ്രുതിമോള് പറയുവാണ്. ഇതൊന്നും അറിയാതെ സാരില്ല ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് തലയിലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. ഇത് കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ഹോസ്പിറ്റലിൽ ചെന്നു ദേവുവിനെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായോ എന്ന് ദേവുവിനെ കണ്ടപ്പോൾ രേവതി ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട് ചേച്ചി? വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചായ ഒന്നും എനിക്ക് വേണ്ട ദേവു, പെട്ടെന്ന് പോകാനുള്ളതാ, പൂ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി ചേച്ചി മുൻപ് കൺസീവ് ആയത് അറിഞ്ഞപ്പോൾ തലയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിരുന്നല്ലോ ചേച്ചിയുടെ അവസ്ഥ. അപ്പം അതൊക്കെ ശരിയായോ എന്ന് ചോദിക്കുമ്പം വീട്ടിൽ നിന്ന് ശ്രുതിയും അമ്മയൊക്കെ നല്ല മരുന്ന് എനിക്ക് തന്നായിരുന്നു, അതുകൊണ്ടാണ് ശരിയായത് എന്ന് രേവതി പറയുക. അപ്പോൾ ദേവ് എന്നാ പറ്റിയേ? അപ്പം നല്ല അടിയുടെ കുറവാണ് നിനക്ക്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും നീ ആ നേഴ്സിനോട് പോയി ചോദിച്ചു, അവർ പറഞ്ഞത് നീ എന്നോട് പറഞ്ഞു, അതോടെ എൻ്റെ കിളി പോയി. നീ എന്തറിഞ്ഞിട്ടാ ദേവു, വീട്ടിലത് വലിയ വിഷയമായി എന്ന് പറയുമ്പം അതിന് ഞാനത് ആരോടും പറഞ്ഞില്ല ചേച്ചി എന്ന് പറയുമ്പം നീ പറഞ്ഞില്ല, പക്ഷെ ഞാനറിയാതെ പറഞ്ഞു പോയി. ആരോടാ ചേച്ചി പറഞ്ഞേ? വർഷയോടാണെന്ന് പറഞ്ഞു. വർഷ അത് ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്ത് അത് പോയി സച്ചിയേട്ടനോട് പറഞ്ഞു, പിന്നെ ഓരോരുത്തരോടായിട്ട് പറഞ്ഞു. ഒടുവിലെ എല്ലാവരും അറിഞ്ഞു. അമ്മ ഇതിൽ സത്യമുണ്ടോ എന്ന് പോയി ശ്രുതിയോട് ചോദിച്ചു. അങ്ങനെ വീട്ടിലത് വലിയ പ്രശ്നമായി. പതിവ് പോലെ ഒടുക്കം അമ്മയുടെ വാള് എൻ്റെ നേരെ തന്നെ നീണ്ടു വന്നു. ശ്രുതിയെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം രേവതി
ദേവുവിനോട് പറയാം. അതിന് നമ്മളുള്ളതല്ലേ പറയാം, കള്ളത്തരമൊന്നും അല്ലല്ലോ എന്ന് ദേവു പറയുമ്പം, എൻ്റെ ദേവു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല. സച്ചേട്ടൻ്റെ ഏട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ശ്രുതി ഒരു തവണ പ്രഗ്നൻ്റ് ആയിരുന്നു, പക്ഷേ അത് അബോർഷനായി പോയി എന്ന കാര്യം പറയാം. ഇല്ലാക്കാതെ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് അവരൊക്കെ ചേർന്ന് എന്നെ അങ്ങ് വറുത്തെടുത്തെന്ന് വേണം പറയാൻ. അപ്പോൾ സോറി ചേച്ചി, എല്ലാത്തിനും ഞാനാ കാരണമെന്ന് പറയുമ്പം നീയൊന്നും അല്ല, ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. ഞാനൊന്നങ്ങ് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, വർഷയോട് പറഞ്ഞതായി ഇപ്പോൾ പ്രശ്നമായി പോയത് എന്നൊക്കെ പറയുമ്പം വിശ്വസിക്കാൻ കൊള്ളില്ല ശ്രുതി ചേച്ചി. അവർ പറഞ്ഞ് കള്ളമാണെങ്കിലോ സത്യം എന്താണെന്ന് ഡോക്ടറോട് ചോദിക്കാം, ചേച്ചി അവിടെ നിൽക്കാം, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവു പോകുമ്പോൾ, ദേവു ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് കേട്ടോ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ശ്രുതിയുടെ ഒരു കാര്യത്തിലും നമ്മൾ തടയിടാൻ പാടില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക. അവൾ ഇനിയും ഇവിടെ വരുമായിരിക്കും, നീ അവളോടൊന്നും ചോദിക്കാൻ പോയേക്കല്ലേ, എന്തിനു കണ്ട ഭാവം പോലെ നീ നടിക്കേണ്ട കേട്ടോ എന്നും രേവതി ദേവുവിനോട് പറയാം. നമ്മളായി നമ്മുടെ പാടായി, നീ ഇവിടെ ജോലി ചെയ്യാനായിട്ടല്ലേ വന്നത്, അതങ്ങ് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു. എന്നെ നിങ്ങളെയൊക്കെ അപമാനിക്കാനും താഴ്ത്തി കെട്ടാനും വഴക്കു പറയാനും ഒക്കെ ഓരോ കാരണം നോക്കി നിൽക്കുക സച്ചേട്ടൻ്റെ അമ്മ. ഇനി നമ്മളായിട്ട് ഒരു കാരണം ഉണ്ടാക്കരുത് മോളെ എന്ന് പറയുമ്പോൾ, ഇല്ലേ ചേച്ചി, ഞാൻ ആ കാര്യം വിട്ടു. ചേച്ചി പറഞ്ഞതുപോലെ എന്തിനാ നമ്മൾ വെറുതെ അവരുടെ കാര്യത്തിൽ തലയിടുന്നത്, എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. എനിക്ക് പൂ കൊടുക്കാനുണ്ടെന്ന്, ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നിട്ട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അപ്പോഴും ദേവുവിന് ഭയങ്കര ഒരു സംശയം. അപ്പോൾ ദേവുവിന് വേഗം ഒരു കോള് വന്നു, പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു അങ്ങ് ചെല്ലുക. അപ്പോൾ ദേവു ഓഫീസിലേക്ക് ചെല്ലുക കേട്ടോ. അതെ, ദേവിക എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. സർ കാണണമെന്ന് പറഞ്ഞല്ലോ. അതല്ല, ദേവിക എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അക്കൗണ്ടൻറ്റ് ജോലിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ആണല്ലോ, അപ്പോൾ ആ ജോലി ചെയ്യണം. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടുന്നതെന്ന് ചോദിക്കുമ്പം, സർ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. ഇവിടുത്തെ പേഷ്യൻ്റാണ് ശ്രുതി മേഡം, അവരുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് എന്തിനാണെന്ന് പുറത്തു വിട്ടെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ എൻ്റെ ചേച്ചിയോടാണ് പറഞ്ഞത്, പുറത്താരോടും പറഞ്ഞിട്ടില്ല എന്ന് ദേവ് പറയുമ്പോൾ, നീ അത് തന്ത്രപൂർവ്വം നേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി, എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം, സർ ശ്രുതി ചേച്ചി എൻ്റെ റിലേറ്റീവാ, അതൊക്കെ വീട്ടിൽ, ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ദേവുവിനെ അവർ വഴക്ക് പറയുക. പിന്നെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് പുറത്താരോടും പറയില്ല എന്ന് തനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. നിന്റെ ജോലി അക്കൗണ്ട്സിലാണെന്നും അത് മര്യാദയ്ക്ക് നീ ചെയ്യുന്നില്ല, ഇത്തരം കാര്യത്തിലല്ലേ നിന്റെ ശ്രദ്ധ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുമ്പോൾ, സോറി സാർ എന്ന് പറഞ്ഞു. ശ്രുതി മേഡം ഇവിടെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മേലിൽ ഈ ഹോസ്പിറ്റലിൽ വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും ദേവിക കാരണം ഒരു പേഷ്യൻ്റ് പോയി എന്നും പറയും കേട്ടോ. ഇത് പുറത്തറിഞ്ഞാൽ ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷനെ പോലെ അത് ബാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ, സാർ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ദേവു. ഡിഗ്രിക്ക് ദേവികയ്ക്ക് നല്ല മാർക്കുണ്ട്, ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോമും ചെയ്തു, അതുകൊണ്ടാണ് ദേവികയ്ക്ക് ഇവിടെ ജോലി തന്നത്. പക്ഷേ ഇനി ഇത് പൊറുക്കാൻ പറ്റത്തില്ല, ഇനി തനിക്ക് ഇവിടെ ജോലി ഇല്ല എന്ന് പറയുമ്പം, സാർ അയ്യോ അങ്ങനെ പറയല്ലേ സാർ, സോറി സാർ എന്ന് ദേവു പറഞ്ഞു. അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും പറയണ്ട, നാളെ മുതൽ ദേവിക ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സാർ വളരെ കഷ്ടപ്പെട്ട എൻ്റെ അമ്മയും ചേച്ചിയും എന്നെ പഠിപ്പിച്ചത്, പൂ കെട്ടല അവരുടെ ജോലിയെന്നും ചെറിയൊരു വരുമാനം മാത്രമേ ഉള്ളൂ സാർ, എനിക്കിവിടെ ജോലി കിട്ടിയത് വലിയൊരു ആശ്വാസമായിരുന്നു എന്നും കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ എല്ലാവരും ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ട എല്ലാവരും തകർന്നു പോകും സാർ എന്നൊക്കെ പറയാം. സാർ പ്ലീസ് സാർ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കണമായിരുന്നു എന്നാണ് സാർ പറഞ്ഞു. അപ്പോൾ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ ദേവ് കരയുക. ശരി, ദേവികയുടെ കുടുംബത്തെ ഓർത്ത് ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നു, ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്നും പറഞ്ഞു. ഇനി ഇത് ആവർത്തിച്ചാൽ ദേവിക ഇവിടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയാം. നീ തെറ്റ് ചെയ്തെന്നും അതിനുള്ള ശിക്ഷ തന്നല്ലേ പറ്റുള്ളൂ എന്നും അദ്ദേഹം പറയാം. ഈ മാസം നിനക്ക് ഇവിടുന്ന് പകുതി സാലറി തരൂ, അതാണ് തനിക്കുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ, സാർ എന്ന് പറഞ്ഞ് ദേവ് നിൽക്കുക. അപ്പോൾ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. പ്ലീസ് സാർ ഈ ജോലി ഞാൻ വിടില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഈ മാസം എനിക്ക് പകുതി സാലറി മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ദേവുവിന് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ തന്നെ പിന്നെ കാണിക്കുന്ന രേവതി ഇങ്ങനെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് സച്ചി വിളിച്ചു. സച്ചിയാണ് 100 ആയുസ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം രേവതി ഇങ്ങനെ പറഞ്ഞു. സച്ചി അന്നേരം ചോദിച്ചു, നീ എന്താ ജോത്സ്യൻ്റെ അടുത്ത് വല്ലതാണോ എന്ന്. അദ്ദേഹം പറഞ്ഞതാണോ? എൻ്റെ പൊന്നെ അതൊന്നും അല്ല, ഞാനിപ്പോൾ സച്ചേനെ പറ്റി വിചാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം തന്നെ സച്ചേൻ ഇങ്ങോട്ട് വിളിച്ചു, അതാ ഞാൻ 100 ആയുസാന്ന് പറഞ്ഞത്. ഒരാളെ പറ്റി വിചാരിച്ച് അയാൾക്ക് 100 ആയുസ് ഉണ്ടാകുന്നില്ല, പിന്നെ ആളുകൾ എന്തെങ്കിലും ശരിക്കും ഉറങ്ങും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണം. ആരോടെങ്കിലുമൊക്കെ അയാളെ പറ്റി വിചാരിക്കാൻ പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. അപ്പോൾ 100 ആയുസും കിട്ടില്ലേന്ന് ചോദിച്ചു. ചുമ്മാ ഒന്ന് പറയരുത് കേട്ടോ, എപ്പോൾ വരുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാനത് പറയാനായിട്ടാണ് വിളിച്ചത്, ഞാനേ ഇന്ന് വരികയല്ല കേട്ടോ എന്ന് പറഞ്ഞു. വരില്ലെന്നോ? വരില്ല, അതെന്താ? ഒരു വലിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ചേമണ്ണൂരാണെന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ രാത്രി മുഴുവനും കാർ ഓടിക്കേണ്ടി വരത്തില്ലേ? ഓടിക്കണം. അപ്പോൾ ആകെ ടയേർഡാവില്ലേ സച്ചേട്ടാ? ടയേർഡാകും. അപ്പോൾ രാത്രി വിശക്കുമ്പോൾ എന്നെ ചെയ്യും?
അപ്പോൾ വിശക്കുമ്പോൾ സാധാരണ എന്നാ ചെയ്യുക? ഭക്ഷണം കഴിക്കും. അപ്പോൾ എവിടുന്നാ ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നേ? ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഏത് ഹോട്ടലിൽ നിന്ന്? എൻ്റെ പൊന്നര് രേവതി, റോഡരികിൽ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന്. അല്ല, എന്നാ കഴിക്കാൻ പോണേ? എൻ്റെ പൊന്നെ, അവിടെയുള്ള എന്തെങ്കിലും ഞാൻ കഴിച്ചോളാം. സച്ചേട്ടാ, രാത്രി കാർ ഓടിക്കുമ്പോൾ ഉറക്കം വരുമോ? ഉറക്കം വരും. അയ്യോ, ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? ഉറക്കം വരുമ്പോഴേ ഞാൻ കാർ അങ്ങോട്ട് നിർത്തിയിട്ട് നാട് റോട്ടിൽ ഇറങ്ങി ഡാൻസ് കളിക്കും. അപ്പം എൻ്റെ ഉറക്കം അങ്ങ് പൊക്കോളും. എന്നിട്ട് വീണ്ടും കാർ ഓടിക്കും. അപ്പോൾ പിന്നെ ഉറക്കം വന്നാലോ എന്നൊക്കെ രേവതി ചോദിക്കുക. കുറച്ച് മുമ്പ് സീമേച്ചി എന്നെ വിളിച്ചിട്ട് രാത്രി മാല കെട്ടാൻ വരുമെന്ന് ചോദിച്ചു എന്ന് പറയുമ്പോൾ നീ പോയിട്ട് വാ രേവതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് രാവിലെ കാണാം, വേറെ ഒന്നും പറയാനില്ല, വെക്കുക, ടാറ്റ. അപ്പോൾ ഓക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രേവതിക്കും ടെൻഷൻ, അതുപോലെ അവർക്കെല്ലാവർക്കും ആകെ ടെൻഷൻ. അത് കഴിഞ്ഞപ്പോൾ വർഷം ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ കോള് വന്നു. വർഷം നീ വീട്ടിലെത്തിയോന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ എത്തിയതേ ഉള്ളൂ ശ്രീകാന്ത് എപ്പോൾ വരുമെന്ന് ചോദിച്ചു. നമുക്കിന്ന് ഡിന്നറെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അന്നേരം അയ്യോ, ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും വർഷയെന്ന് പറഞ്ഞു കേട്ടോ. അതെന്താ കാരണം? അത് പിന്നെ ഇന്നിവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും രാത്രി 12 മണിക്ക് ശേഷമാണ് ഫംഗ്ഷൻ, അത് കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഇത് എന്നോട് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ശ്രീകാന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴും എന്നോട് വന്ന് പറയുന്നേ, നമുക്കേ നാളെ പുറത്ത് പോകാം കേട്ടോ. ഞാൻ പുറത്ത് പോകാമെന്ന് പറയുന്ന ദിവസം അത് ഒഴിവാക്കാനായിട്ട് ശ്രീകാന്തിന് എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലേ? ജോലി ഒഴിവാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ വർഷേ. ഞാൻ നാളെ പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? നാളെ ശ്രീകാന്തിന് വേറെ എന്തെങ്കിലും റീസൺ കാണുമെന്നും വർഷം ഇങ്ങനെ പറയുക. ഇനി ശ്രീകാന്ത് എന്നെയും കൂട്ടി എവിടെയും പോകണ്ട, ഞാൻ ഇനി ശ്രീകാന്തിനൂടെ വരുന്നില്ല പോരെന്നൊക്കെ ദേഷ്യപ്പെടുമ്പം, അയ്യോ ശ്രീകാന്ത് ഇന്ന് വരാൻ ലേറ്റ് ആകുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഉറങ്ങാൻ പോവുക, ശ്രീകാന്തിന് വേണ്ടി കാത്തിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ തമ്പുരാനെ, ഞാനിന്ന് മുറ്റത്ത് കിടക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും പെരുങ്കള്ളി ശ്രുതി ദേവുവിൻ്റെ പണി കളയുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷേ വരാനിരിക്കുന്ന വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാതെയാണ് ശ്രുതി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ശ്രുതി പോലും മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ലല്ലോ. അപ്പോൾ എല്ലാം കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.